ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. വസുന്ധര ശ്രീമോളോട് പറയുകയാണ്, ഇനി ഈ മോള് വരുമ്പോൾ അമ്മൂമ്മയുടെ കൂടെ ഈ മുറിയിൽ കിടക്കാം കേട്ടോ. അമ്മൂമ്മ മോൾക്ക് കുറെ കഥകളൊക്കെ പറഞ്ഞു തരാം. തുടർന്ന് വസുന്ധര അശ്വതിയോട് പറയുകയാണ്, മോളെ അപ്പുറത്ത് എൻ്റെ മരുമക്കള് അമൃതയും ശ്യാമയും ഉണ്ടാകും, മോള് ചെന്ന് അവരോടൊക്കെ മിണ്ടിയിരിക്കും. അങ്ങനെ അശ്വതി അവിടെ നിന്ന് പോകുമ്പോൾ ശ്രീമോളോട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് വസുന്ധര. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ അരുണിന്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. അരുണെ, ഇങ്ങ് വന്നേ, ഒരു കാര്യമുണ്ട്. നീ എന്താ കാര്യമെന്ന് പറയാതെ ഞാൻ വരില്ലെന്ന് അരുൺ പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, അതെ, താഴെ അശ്വതി വന്നിട്ടുണ്ട്. അശ്വതിയോ? അതെ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ അന്ന് ആദ്യേട്ടന്റെ കുടുംബത്തില് പ്രശ്നമുണ്ടാക്കിയ പെണ്ണ്. ആ അശ്വതിയെ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, താഴെയുണ്ടെന്ന് ഐശ്വര്യ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ എഴുന്നേൽക്കുകയാണ് അരുൺ. അമ്പലത്തിൽ പോയി വന്നപ്പോഴേ ഞങ്ങള് അശ്വതിയെ കണ്ടിരുന്നു. തുടർന്ന് അമ്മയ്ക്ക് ഒരേ നിർബന്ധം അശ്വതി വീട്ടിൽ വരണമെന്ന്. അങ്ങനെ അമ്മ വിളിച്ചോണ്ട് വന്നതാ. അതേസമയം അശ്വതി മുകളിലേക്ക് ചെല്ലുകയാണ്. താഴേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയ ശ്യാമയും അമൃതയും അശ്വതിയെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ്. എന്താ ചേച്ചി കാണിച്ചത്? ദേ ആ മുറിയിൽ അരുണേട്ടനുണ്ട്. ചേച്ചി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ വന്നതല്ല, അമ്മ എന്നെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് വന്നതാ. ഇത് കേൾക്കുന്ന അമൃത പറയുകയാണ്, ശ്യാമേ, ഐശ്വര്യ അരുണിനെ വിളിക്കാനാ പോയിരിക്കുന്നത്. അതിനു മുമ്പ് നമുക്ക് എത്രയും പെട്ടെന്ന് അശ്വതിയെ ഒരു സേഫായ സ്ഥലത്ത് കൊണ്ട് നിർത്തണം. പിന്നീട് കാണിക്കുന്നത് അരുണിനെയാണ്. അമ്മ വിളിച്ചപ്പോ അവരിങ്ങോട്ടേക്ക് വന്നോ എന്ന് അരുൺ ചോദിക്കുമ്പോൾ അതേയെന്നും ഇന്നിവിടെ ചില കാര്യങ്ങളൊക്കെ നടക്കുമെന്നും ഐശ്വര്യ പറയുന്നു. ഒരു കാര്യം ചെയ്യാം, ആദ്യേട്ടനെ കൂടി വിളിക്കാമെന്ന് ഐശ്വര്യ പറയുമ്പോൾ അരുൺ പറയുകയാണ്, അത് വേണ്ട. ആ കുട്ടി എവിടെയാണെന്നാ പറഞ്ഞ? താഴെ നിൽപ്പുണ്ടെന്ന് പറഞ്ഞ് ഐശ്വര്യ താഴേക്ക് പോകുന്നു. അതേസമയം അമൃതയും ശ്യാമയും കൂടി അശ്വതിയെ കൊണ്ടുപോയി കിച്ചണിൽ ഒളിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അശ്വതി എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഐശ്വര്യ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ, ഏത് അശ്വതി? അപ്പുറത്തെ വീട്ടിലെ ഡോക്ടറുടെ ഭാര്യയാണോ? ഞങ്ങൾ കണ്ടില്ലെന്ന് ശ്യാമ പറയുന്നു. അല്ല ഐശ്വര്യയെ, നിന്റെ തല എവിടെയെങ്കിലും തട്ടിയോ? ആകെ കിളിപോയ മട്ടാണല്ലോ എന്ന് അമൃതയും ഐശ്വര്യയെ കളിയാക്കുകയാണ്. നിങ്ങള് അവളെ എവിടെ ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് അശ്വതി എന്ന് വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് പോവുകയാണ് ഐശ്വര്യ. അങ്ങനെ ഐശ്വര്യ എല്ലാ മുറിയിലും പോയി അവിടെ അശ്വതി ഉണ്ടോ എന്ന് തിരയുകയാണ്. തുടർന്ന് ശ്യാമ പറയുകയാണ്, ഞാൻ ആ പൂജാമുറിയുടെ അടുത്തേക്ക് ചെല്ലാം, എന്നിട്ട് അശ്വതി ചേച്ചി അവിടെ ഉള്ളതുപോലെ ഞാൻ അഭിനയിക്കാം. എന്നിട്ട് ഞാൻ ഏട്ടത്തിയായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കും. ഏട്ടത്തി എൻ്റെ കൂടെ തന്നെ നിൽക്കണം. അങ്ങനെ ശ്യാമ പെട്ടെന്ന് തന്നെ പൂജാമുറിയുടെ പുറത്തേക്ക് പോയി നിൽക്കുകയാണ്. തുടർന്ന് കിച്ചണിലേക്ക് ചെന്ന് ഐശ്വര്യ അമൃതയോട് ചോദിക്കുകയാണ്, എനിക്കറിയാം, ആദ്യേട്ടൻ കാണാതിരിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ അവളെ ഒളിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. തുടർന്ന് ശ്യാമ പൂജാമുറിയുടെ മുന്നിൽ നിൽക്കുന്നത് കണ്ടിട്ട് ഐശ്വര്യ അവിടെയും ചെന്ന് തിരയുകയാണ്. നിങ്ങൾ അവളെ എവിടെ ഒളിപ്പിച്ചാലും ഞാൻ കണ്ടെത്തിയിരിക്കുമെന്ന് ഐശ്വര്യ പറയുന്നു. അതേസമയം അമൃത അശ്വതിയെ കൊണ്ട് ഒരു മുറിയിൽ ഒളിപ്പിക്കുകയാണ്. തുടർന്ന് ശ്യാമ അമൃതയോട് പറയുകയാണ്, അരുണേട്ടൻ അശ്വതി ചേച്ചിയെ കാണാൻ പാടില്ല, മോളും കാണാൻ പാടില്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. തുടർന്ന് അമൃത പറയുകയാണ്, ഞാൻ ആദ്യം അശ്വതിയെ പുറത്തെത്തിക്കാം. ശ്രീമോള് അമ്മയുടെ മുറിയില, നീ അവളെ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്കണം. അരുൺ ഇവരെ രണ്ടിനെയും കാണാനും പാടില്ല. തുടർന്ന് ഐശ്വര്യ വീണ്ടും അശ്വതിയെ തിരക്കി വരുമ്പോൾ ഐശ്വര്യയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുകയാണ് ശ്യാമ. കുറെ നേരമായല്ലോ ഏട്ടത്തി അശ്വതി അശ്വതി എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നു. സത്യത്തി ഏട്ടത്തിയുടെ കിളി പോയോ? എടി, നീ എന്താ വിരൽ ചൂണ്ടി ആളാകാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അമ്മയ്ക്ക് നേരെ ഐശ്വര്യ ചെല്ലുമ്പോൾ ശ്യാമ ഐശ്വര്യയെ ഒരു മുറിയിലേക്ക് തള്ളിയിടുകയാണ്. എന്നിട്ട് ശ്യാമ അവിടെ നിന്ന് ഓടുമ്പോൾ ശ്യാമയുടെ പിന്നാലെ പോവുകയാണ് ഐശ്വര്യ. അതേസമയം ശ്രീമോളെ ഹാളിൽ നിർത്തിയിട്ട് മോൾക്ക് ജ്യൂസ് എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് വസുന്ധര അടുക്കളയിലേക്ക് പോകുന്നു. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന അരുൺ മോളെ കാണുകയാണ്. എന്താ മോളുടെ പേരെന്ന് ചോദിക്കുമ്പോൾ ശ്രീകുട്ടിയാണെന്ന് മോള് പറയുന്നു. അല്ല, മോളുടെ അമ്മ എവിടെ? അമ്മ എവിടെ ഉണ്ടായിരുന്നു എന്ന് ശ്രീമോള് പറയുമ്പോൾ അരുൺ ചോദിക്കുകയാണ്, അല്ല, മോളുടെ അച്ഛൻ എവിടെ? എനിക്ക് അച്ഛനില്ല അങ്കിൾ എന്ന് പറയുമ്പോൾ സോറി മോളെ എന്ന് അരുൺ പറയുന്നു. അരുണിനെ പരിചയപ്പെടുകയാണ് ശ്രീമോള്. തുടർന്ന് വസുന്ധര മോൾക്കുള്ള ജ്യൂസുമായിട്ട് അങ്ങോട്ടേക്ക് വരികയാണ്. അല്ലമ്മേ, ഈ കുട്ടിയുടെ അമ്മ എവിടെയെന്ന് അരുൺ ചോദിക്കുമ്പോൾ ശ്യാമയും അമൃതയും കൂടി കൂട്ടിക്കൊണ്ടു പോയതാണെന്ന് തോന്നുന്നെന്ന് വസുന്ധര പറയുന്നു. അല്ല, ഈ കുട്ടിയുടെ അച്ഛനോ? പാവം, ആ കുട്ടിയെ പ്രണയിച്ച് ഉപേക്ഷിച്ചതാ, അവൻ വഞ്ചിച്ചതാ, അവനെ ഒന്നും വെറുതെ വിടാനേ പാടില്ല. മോള് വലുതാകുമ്പോൾ അച്ഛനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുമായിരിക്കുമല്ലേ എന്ന് വസുന്ധര പറയുമ്പോൾ ശരിയാണെന്ന് അരുണും പറയുന്നു. അതേസമയം ഇതൊക്കെ കേട്ട് കണ്ണീരോടെ നിൽക്കുകയാണ് അശ്വതി. തുടർന്ന് അരുൺ മനസ്സിൽ പറയുകയാണ്, എൻ്റെ മനസ്സിനെന്താ പതിവില്ലാത്തൊരു ചാഞ്ചാട്ടം, ഏതോ എൻ്റെ അടുത്തുള്ള ആരോ വന്നതുപോലെയുണ്ട്. തുടർന്ന് അരുൺ ശ്രീമോളോട് പറയുകയാണ്, നമുക്ക് മേളത്തെ മുറിയിൽ പോയി കളിച്ചാലോ? അങ്ങനെ അരുൺ മോളെയും എടുത്തോണ്ട് പോകുമ്പോൾ അരുണിനെയും കുഞ്ഞിനെയും കണ്ണീരോടെ നോക്കുകയാണ് അശ്വതി. തുടർന്ന് കരഞ്ഞുകൊണ്ട് അശ്വതി പറയുകയാണ്, എൻ്റെ മോള് അവളുടെ അച്ഛൻ്റെ അടുത്തെത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അതേസമയം എങ്ങനെയൊക്കെയോ ഐശ്വര്യയെ മുറിയിൽ പിടിച്ച് നിർത്താൻ ശ്രമിക്കുകയാണ് ശ്യാമ. അതേസമയം അശ്വതിയും കൊണ്ട് അമൃത ഗേറ്റിന്റെ പുറത്തേക്ക് പോകുന്നു. എൻ്റെ മോളെന്ന് അശ്വതി പറയുമ്പോൾ മോളെയൊക്കെ ഞാനിപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് അമൃത മുറിയിലേക്ക് പോവുകയാണ്. അതേസമയം ഐശ്വര്യ മുറിയിലേക്ക് വന്നിട്ട് അരുണിനോടും കുഞ്ഞിനോടും ദേഷ്യപ്പെടുകയാണ്.
നിന്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ലെന്ന് മോള് പറയുന്നു. അവൾക്ക് അറിയില്ല പോലും, എല്ലാം ഫ്രോഡുകളാണെന്ന് ഐശ്വര്യ പറയുമ്പോൾ അരുൺ ഐശ്വര്യയെ തല്ലാനായി ഓങ്ങുകയാണ്. കുഞ്ഞുങ്ങളോട് സംസാരിക്കുമ്പോഴേ മര്യാദയ്ക്ക് സംസാരിക്കണം. അതിന് ഇത് നിങ്ങളുടെ കുഞ്ഞൊന്നുമല്ലല്ലോ, തന്തയില്ലാത്ത കുഞ്ഞല്ലേ എന്ന് പറയുമ്പോൾ വീണ്ടും ദേഷ്യത്തോടെ ഐശ്വര്യയ്ക്ക് നേരെ കൈ ഓങ്ങുകയാണ് അരുൺ. അതേസമയം എന്താ പ്രശ്നമെന്ന് ചോദിച്ചുകൊണ്ട് വസുന്ധര വരുമ്പോൾ ഇവള് വെറുതെ ഓരോന്ന് പറഞ്ഞ് കുഞ്ഞിനെ പേടിപ്പിക്കുകയാണെന്ന് അരുൺ പറയുന്നു. തുടർന്ന് മോള് വാ, അമ്മൂമ്മയുടെ മുറിയിൽ ഇരിക്കാമെന്ന് പറഞ്ഞ് കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് വസുന്ധര. അതേസമയം അമൃത ശ്രീമോളെ കാണുകയും പെട്ടെന്ന് മോളെയും കൂട്ടിക്കൊണ്ട് അശ്വതിയുടെ അടുത്തേക്ക് ചെല്ലുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് വസുന്ധരയാണ്. ഐശ്വര്യ വസുന്ധരയോട് പറയുകയാണ്, അമ്മേ, നമ്മളറിയാതെ ഇവിടെ എന്തൊക്കെയോ കള്ളക്കളികൾ നടക്കുന്നുണ്ട്. എൻ്റെ ഐശ്വര്യ മോളെ കുഞ്ഞുങ്ങളോട് സ്നേഹത്തോടെയൊക്കെ പെരുമാറണമെന്ന് പറഞ്ഞ് വസുന്ധര പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യ വസുന്ധരയുടെ അടുത്തേന്ന് പറയുകയാണ്, അമ്മേ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി അശ്വതിയും മോളെയും വിളിച്ചിട്ട് അവരിവിടെ എവിടെയുമില്ല, അവര് പോയെന്നാ തോന്നുന്നത്. ഇത് കേൾക്കുന്ന വസുന്ധര അമൃതയെ വിളിക്കുകയാണ്. അശ്വതിയും കുഞ്ഞിനെയും നിങ്ങൾ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഏത് അശ്വതിയെന്ന് ശ്യാമ ചോദിക്കുന്നു. മോളെ, അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ എനിക്ക് ബ്ലഡ് തന്നില്ലേ, അവർ വന്നായിരുന്നു, എന്നിട്ട് എന്തേ ഞങ്ങൾ കണ്ടില്ലല്ലോ എന്ന് അമൃത പറയുമ്പോൾ ഐശ്വര്യ പറയുകയാണ്, ഇവർ മനഃപൂർവ്വം അശ്വതിയെ പറഞ്ഞയച്ചതാ. ഇവരെന്തിനാ മോളെ മനഃപൂർവ്വം പറഞ്ഞയക്കുന്നത്? അതമ്മേ എന്ന് പറഞ്ഞ ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, ഈ ബോംബ് ഇപ്പൊ പൊട്ടിക്കേണ്ട, സമയമാകട്ടെ. അത്രയും പറഞ്ഞ് ഐശ്വര്യ അവിടെ നിന്ന് പോകുമ്പോൾ വസുന്ധര പറയുകയാണ്, എന്നാലും ആ കുട്ടി എന്താ പറയാതെ പോയത്? എന്തെങ്കിലും കാണും. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യയും അരുണിനെയുമാണ്. ഐശ്വര്യ പറയുകയാണ്, ഇന്നിവിടെ എന്തൊക്കെയോ കള്ളക്കളികൾ നടന്നിട്ടുണ്ടെന്ന് ഉറപ്പാണ്. ശ്യാമയും അമൃതേട്ടനെയും കൂടി ആദ്യേട്ടൻ അശ്വതിയെ കാണാതിരിക്കാൻ വേണ്ടി ഇവിടെ ഇന്ന് എന്തൊക്കെയോ നാടകങ്ങൾ കളിച്ചിട്ടുണ്ട്. ഇത് അരുൺ പറയുകയാണ്, അമൃതേട്ടത്തി അശ്വതിയെ കണ്ടാൽ എന്താ വഴക്കുണ്ടാക്കാതിരിക്കുമോ? അതുമല്ല, അമൃതേട്ടത്തി ഇന്ന് നല്ല ഹാപ്പി ആയിരുന്നല്ലോ. നീ ചിലപ്പോ അശ്വതി ആയിരിക്കില്ല കണ്ടത്. എനിക്ക് അശ്വതിയെ തിരിച്ചറിയില്ലെന്നോ? ഈ വീട്ടിൽ എന്തൊക്കെയോ നാടകങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പാണ്. എന്താണെങ്കിലും ഞാൻ അതെല്ലാം കണ്ടുപിടിച്ചിരിക്കും എന്ന് ഐശ്വര്യ പറയുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.